ഹായ്, വെൽക്കം ടു കലവറ. ഇന്ന് നമുക്ക് ചോറിൽ ഒഴിച്ച് കഴിക്കാനായിട്ടൊരു മോര് കറി ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് തൈര്, ഒരു 3 പച്ചമുളക്, നല്ല എരിവുള്ള മുളകാണ് അത് ചതച്ചത്, 2 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, പിന്നെ താളിക്കാൻ വേണ്ടത് 1/2 ടീസ്പൂൺ കടുക്, ഒരു 3-4 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത്, 2 ചുവപ്പ് മുളക്, അല്പം കറിവേപ്പില. ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. നല്ല കട്ടി തൈരായിരിക്കണം, അതാണ് നല്ലത്. ഉപ്പ് ആവശ്യം. തൈര് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. തൈര് നന്നായിട്ട് ഉടയണം. ചിലർ മിക്സിയിൽ ഉടയ്ക്കുന്നതാണ്, അതൊരുമാതിരി വെള്ളം പോലെ ആകുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇരുന്നത്. ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചി, ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. വെള്ളം കുറേശ്ശെ ചേർത്ത് ഇളക്കി നോക്കിയിട്ട് വേണം, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഒത്തിരി കട്ടിയാൽ അല്പം കൂടെ വെള്ളം ചേർക്കാം. ഇനി ഉപ്പൊന്ന് നോക്കാം. അല്പം ഉപ്പും കൂടെ വേണം. രണ്ട് കറിവേപ്പില. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ കണക്ക്. ഒത്തിരി അങ്ങ് ലൂസാകരുത്. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. തൈരാണ്, അത് ഒത്തിരി ചൂടായാൽ പിരിഞ്ഞു പോകും. ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ഇളക്കേണ്ടത്. ഇത് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി, തിളയ്ക്കരുത്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ഒരു നുള്ള് ഉലുവ, രണ്ടും വറുത്ത് പൊടിച്ചതാണ്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിനകത്ത് നിന്ന് ആവി പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോഴും സ്റ്റൗ ഓഫ് ചെയ്യണം. സ്റ്റൗ ഓണാക്കി ഇനി ഒന്ന് താളിക്കാം. വെളിച്ചെണ്ണ, എണ്ണ ചൂടായി, കടുകിടാം. 3 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, ചുവപ്പ് മുളക് ചെറുതായിട്ട് മുറിച്ചത്, കറിവേപ്പില, ഉള്ളിയും മുളകൊക്കെ മൂത്തിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം.
മോരിലേക്ക് ഒഴിക്കാം. മോരുകറി വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.